ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ ശ്രീകാന്തിനൊരു കൊറിയർ വരികയാണ്. ശ്രീകാന്തിനൊരു കൊറിയർ വന്നിട്ട് ചന്ദ്രോദയത്തിലേക്ക് കൊറിയർ വന്ന കൊറിയറുകാരൻ ശ്രീകാന്ത് സാറിനൊരു കൊറിയർ ഉണ്ടെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ ശ്രീകാന്തേ നിനക്കൊരു കൊറിയർ ഉണ്ട്, വേഗം വന്ന് മേടിക്കുക, ഒപ്പിട്ട് മേടിക്കുക എന്ന് പറയാണ്. ഒപ്പിട്ട് മേടിക്കുക എന്ന് പറയുമ്പോൾ രേവതി അന്തം വിട്ടൊക്കെ ഇപ്പോൾ രേവതിയുടെ മോളെ ശ്രീകാന്തിനെ വിളിക്കുക പറയണം. അപ്പോൾ രേവതി ഇങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കുക. എന്താ മോളെ നീ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണം, പോയി ശ്രീകാന്തിനെ വിളിക്കുക പറയണം. അപ്പോൾ രേവതി പറയണം, അച്ഛാ ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ എന്ന് പറയണം. ഓ, അവൻ ഇവിടെ ഇല്ലല്ലോ അല്ലേ, അവൻ അവിടെയാണല്ലോ അല്ലേ എന്ന് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ സങ്കടത്തോടെ. അപ്പോൾ ചന്ദ്രമതി പറയാണ്, ഞാൻ അവൻ ശ്രീകാന്ത് പറഞ്ഞിട്ടപ്പോൾ ഞാൻ അവൻ വന്നു എന്ന് വിചാരിച്ചിട്ട് ഓടി വന്നത്, എൻ്റെ മോൻ ഇനി വരില്ല അല്ലേ എന്നൊക്കെ വെച്ചിട്ട് ചന്ദ്രമതി കരയാണ്. അങ്ങനെ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. അത് കഴിഞ്ഞ് രാത്രി സച്ചിക്ക് പാൽ കൊടുന്ന് കൊടുക്കണ രേവതി. അപ്പോൾ സച്ചി പറയണത്, നീ എന്താ പതിവില്ലാത്തതൊക്കെ അല്ല, നിങ്ങൾക്കൊരു ഗ്ലാസ് പാല് കുടിക്കാൻ തരാമെന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാല് കൊടുക്കുന്ന സമയത്ത് ശ്രീകാന്ത് ഇങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല എന്നൊക്കെ പറയാണ് രേവതി. ഈ പ്രശ്നങ്ങൾ ഇത്രത്തോളം വഷളാവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ സച്ചി പറയണത്, ഇതിപ്പോൾ ഞാനല്ലല്ലോ ഉണ്ടാക്കിയത്, അത് ശരിയാണ്, ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞില്ലല്ലോ പറഞ്ഞിട്ട് അതിൻ്റെ ചർച്ചയാണ് സച്ചി രേവതിയും തമ്മിൽ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വർഷ ഡബ്ബിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് വർഷയുടെ അമ്മ പറയണു, വർഷ നീ ഡബ്ബിങ്ങിന് പോകണ്ട പറയണം. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയണത്, നിനക്ക് ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ, നീ കുറച്ച് ദിവസം ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്ക്, നിൻ്റെ ഈ വരുമാനം വേണം ഇവിടെ ജീവിക്കാൻ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വർഷയുടെ അച്ഛനും പറയണ, മോളെ നീ പോകണ്ട, നിൻ്റെ ഈ വരുമാനം കൊണ്ട് വേണ്ടല്ലോ ഇവിടെ ജീവിക്കാൻ എന്നൊക്കെ. വർഷ പറയും, ഞാൻ വരുമാനത്തിന് വേണ്ടിയിട്ടല്ല, ഇതെൻ്റെ പാഷനാണ്, എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പോണത്, ഇതിലെന്നെ ആരും തടയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുകയാണ് വർഷ. എന്നിട്ട് അങ്ങനെ വർഷ പോണു. വർഷ പോയി കഴിഞ്ഞിട്ട് പിന്നെ വർഷ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ പോയി ഡബ് ചെയ്യണു. ഡയലോഗൊക്കെ പറയണ സമയത്ത് രേവതി അവിടേക്ക് കയറി വരികയാണ് വർഷേനെ കാണാൻ വേണ്ടിയിട്ട്. രേവതി അവിടേക്ക് കയറി വരുമ്പോൾ ഡബ്ബിങ്ങിൻ്റെ അവിടെ ഇരിക്കുന്ന ആളോട് പറയണ, വർഷേനൊന്ന് കാണാൻ പറയുമ്പോൾ വർഷ ഡബ്ബിങ്ങിലാണ്, വെയിറ്റ് ചെയ്തിരിക്കൂ എന്ന് പറയാണ്. അപ്പോൾ രേവതി വർഷേനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. വർഷ ഡബ്ബിങ് കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ആൾ പറയണു, വർഷയ്ക്കൊരു വിസിറ്ററുണ്ട്. അപ്പോൾ ആരെ ചോദിക്കുമ്പോൾ ഒരു ലേഡിയാണ്, അന്ന് വർഷ ഡബ്ബ് ചെയ്യിപ്പിച്ചില്ലേ അവരാണ് പറഞ്ഞു. അപ്പോൾ എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ രേവതി എന്ന് രേവതി പറയും. അപ്പോൾ രേവതി എന്നാണ് പേര് പറയുമ്പോൾ വർഷ അങ്ങനെ വരികയാണ് രേവതിയെ കാണാൻ. അപ്പോൾ എന്താ ചേച്ചി ചോദിക്കുമ്പോൾ പറയും, വർഷ ശ്രീകാന്തിനെയും കൂട്ടി വീട്ടിലേക്ക് വരണം എന്ന് പറയണം. അപ്പോൾ വർഷ പറയും, ഞാൻ വരില്ല ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയണ സംഭവിച്ചതല്ല രേവതി പറയണ, രേവതിനെ കള്ളിയൊക്കെ ചിത്രീകരിച്ചത് സച്ചിക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ടാണ്. അപ്പോൾ സച്ചേട്ടൻ എന്തിനാ എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കണം വർഷ. അപ്പോൾ രേവതി പറയണം, പരമാവധി സച്ചേട്ടനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയിപ്പിച്ചിട്ടാണ്, സച്ചേട്ടനെ കൊണ്ട് വാക്ക് ധരിപ്പിച്ചിട്ടാണ് സച്ചേട്ടനെ ഞാൻ കൊണ്ടുവന്നത്. സച്ചേട്ടൻ ഒരാളോടും മിണ്ടാതെ എല്ലാ ആൾക്കൂട്ടത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കസേരയിലാണ് ഇരുന്നുണ്ടായിരുന്നത്. കുറേ പേര് പ്രകോപിപ്പിക്കാൻ വേണ്ടി സച്ചേട്ടൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷേ സച്ചേട്ടൻ അതിലൊന്നും പ്രശ്നം ഉണ്ടാക്കാതെ മിണ്ടാതിരിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്കിപ്പോൾ തോന്നുന്നു, കരുതി കൂട്ടിയിട്ടാണ് ഓരോരുത്തർ സച്ചേട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വന്നതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്ന് പറയാണ് രേവതി. പിന്നെ എന്നെ എന്തൊക്കെ പറഞ്ഞു എന്നറിയാം, എന്നെ കള്ളിയെന്ന് വിളിച്ചു, അത് അച്ഛൻ മനഃപൂർവ്വം